ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു റെസിപ്പി അല്ല, പക്ഷെ എന്നാലും വൺസ് ഇൻ എ വൈൽ ഇങ്ങനത്തെ ഒരു ഡിഷ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു ഡിഫറൻസിന് വേണ്ടി, ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പേര് ഞാൻ പറയാം: Seared ചിക്കൻ ബ്രസ്റ്റ് വിത്ത് പെരി പെരി സോസ് ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോസ്. അപ്പോൾ പേരൊക്കെ ഇങ്ങനെ തോന്നുവാണെങ്കിലും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മേ ബി നിങ്ങൾക്കും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ പേര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ചിക്കനാണ്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കട്ടിക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റിനെ നമ്മൾ നേരെ നടുവായിട്ട് മുറിക്കേണ്ടി വരും. എന്നിട്ട് വേണം 2 പാർട്ടായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നടുവായിട്ടൊന്ന് ഇത് മുറിച്ച് നല്ലൊരു പീസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 2 പീസാക്കി ആ ഒരു ബ്രസ്റ്റിനെ. അപ്പോൾ നല്ലൊരു പീസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രസ്റ്റിൻ്റെ പീസ് 2 ബട്ടർ പേപ്പറിൻ്റെ ഇടയിൽ വെച്ച ശേഷം ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്താലും മതിയാവും. ഇനി ഇതൊരു ചപ്പാത്തി റോളർ കൊണ്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ആക്ച്വലി ഇങ്ങനെ ഇത് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് മീറ്റ് ഹാമർ പറയുന്നത്. അത് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് തട്ടരുത്, കുറച്ച് മെല്ലൊന്ന് തട്ടി കൊടുക്കണം. ഒരുപാട് പ്രഷർ കൊടുത്ത് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ തട്ടിയ ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി മാരിനേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ആക്കിയെടുത്ത ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഇത്. നല്ല ഒന്നും കൂടി തിന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി മാരിനേഷൻ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ഇടാം, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടാലും മതിയാവും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തൈരാണ്, ഒരുപാടല്ല, ഒരളവിനുള്ള തൈര്. ഇത്രയും മാത്രമേ നമ്മൾ ഐറ്റംസ് യൂസ് ചെയ്യുള്ളൂ. ഇത് നന്നായിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളിതൊരു മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 നോർമൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു സ്ലോ കുക്കിങ്ങിൽ ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ കറക്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വേവ് അറിയാമല്ലോ, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഫുള്ള് ഇതിൻ്റെ നമ്മുടെ വെള്ളം മുഴുവൻ കഴിഞ്ഞ ശേഷം ഒരുപാട് തണുക്കാൻ വെക്കരുത്. ഒരു ചൂടുള്ള സമയത്ത് തന്നെ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ച് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കരുത്, കൈകൊണ്ട് തന്നെ ചെയ്താലാണ് കറക്റ്റായിട്ട് ടെക്സ്ചർ കിട്ടുള്ളൂ. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ടെക്സ്ചറിൽ ആക്കിയെടുക്കാം. ഇനി നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കുറച്ച് ബാക്കി ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതായത് നമ്മുടെ അൺസോൾട്ടഡ് ആണെങ്കിൽ കുഴപ്പമില്ല, സോൾട്ടഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇനി ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ പെപ്പർ ഇടാം. അതിന് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പെപ്പർ ഇടാം, ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് ഒന്ന് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തണുത്ത പാൽ ഒഴിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ പാലിൻ്റെ അളവെന്ന് പറയുന്നത് ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് ഒരു 50 to 100 ml മതിയാവും. പക്ഷെ എന്നാലും നിങ്ങൾ ഒഴിക്കുമ്പോൾ അറ്റ് എ ടൈം അത് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം സെറ്റാക്കാൻ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമിനെസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാഷ്ഡ് പൊട്ടാറ്റോസ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യണ സമയത്ത് കുറച്ചുകൂടി ക്രീം ചീസ് മുകളിൽ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോ റെഡിയാക്കി എടുക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ പാൻ സിയർ ചെയ്തെടുക്കാൻ പോവാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കണം. നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കുമ്പോൾ വേണം നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഓയിലും പാനും നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ചിക്കൻ ഇട്ട ശേഷം ഒരു 30 സെക്കൻഡ്സ് നല്ല ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. 30 സെക്കൻഡ്സ് കഴിഞ്ഞ ഉടനെ അത് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു 3 to 4 മിനിറ്റ്സ് അതിൻ്റെ ആ ബ്രസ്റ്റിൻ്റെ തിക്നെസ് അനുസരിച്ച് 3 to 4 മിനിറ്റ്സ് ഒരു സൈഡ് വേവിക്കുക. അതിനുശേഷം നെക്സ്റ്റ് സൈഡ് മറിച്ചിട്ട ശേഷം നമ്മൾ ഒരു 3 മിനിറ്റ്സും കൂടി വേവിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കുക്കിംഗ് ടൈം. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ ഈ ചിക്കൻ നമ്മൾ എടുത്ത ശേഷം ഉടനെ വിളമ്പരുത്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം വേണം വിളമ്പാൻ, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസസൊക്കെ അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടി പോവും. അപ്പോൾ നമ്മൾ ആ പാൻ സിയർ ചെയ്ത ചിക്കനും അതോടൊപ്പം തന്നെ മാഷ്ഡ് പൊട്ടാറ്റോസ് വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പച്ചക്കറികൾ സോട്ട് ചെയ്ത് വെച്ചാലും മതിയാവും. അപ്പോൾ മാഷ്ഡ് പൊട്ടാറ്റോസിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു ക്രീം ജ്യൂസും കൂടി സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ നമ്മൾ അവസാനമാണ് ഈ കഴിക്കാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ആ സോസ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നാൻഡോസിൻ്റെ മീഡിയം സ്പൈസുള്ള പെരി പെരി സോസാണ്. നല്ലൊരു ടേസ്റ്റാണ് ആ സോസിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യുവർ ചോയ്സ് ഓഫ് വേറെ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും നോ പ്രോബ്ലം. അപ്പോൾ ഇതൊരു നമുക്ക് എന്നും കഴിക്കുന്ന ഒരു നോർമൽ ഡിന്നറിന്ന് അല്ലെങ്കിൽ നോർമൽ ലഞ്ചിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. സോ വൺസ് ഇൻ എ വൈൽ നമ്മളിത് കഴിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കൂ, അല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.